Hi everyone, welcome back. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് മെത്തേഡിന്റെ ജേണൽ എൻട്രീസും അതുപോലെ തന്നെ ലെഡ്ജേഴ്സിന്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് മെത്തേഡിന്റെ ജേണൽ എൻട്രി അതിന്റെ റീസൺസ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വളരെ സ്പെസിഫിക് ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിന്റെ ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോ നമുക്കൊരു പ്രോബ്ലം ചെയ്തു നോക്കാം. ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? അരുണോദയ ഏജൻസീസ് ഓപ്പൺഡ് എ ബ്രാഞ്ച് ഇൻ ബാംഗ്ലൂർ. ബാംഗ്ലൂർ എന്ത് ചെയ്തിട്ടുണ്ട്? ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓൺ 1st January 2024. ഇതൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഓപ്പൺഡ് എന്ന് വായിച്ചു വേറെ ഒന്നും വായിക്കാതെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാതെ എന്താണ്, പുതുതായിട്ട് ഓപ്പൺ ചെയ്തതാണ്. എന്നാ ഓപ്പൺ ചെയ്ത്? ഈ വർഷത്തിന്റെ തുടക്കത്തില്. അപ്പൊ ഇവിടെ ഓപ്പണിംഗ് ഡെറ്റേഴ്സോ ഓപ്പണിംഗ് സ്റ്റോക്കോ ഇത്രയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. Goods were invoiced at the selling price which was cost plus 25%. Cost plus 25%ലാണ് എന്ത് ചെയ്യുന്നത്? ഇൻവോയ്സ് പ്രൈസിലാണ് ഗുഡ്സ് സെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഗുഡ്സ് സെൻഡ് ചെയ്യുന്നൊക്കെ ഇൻവോയ്സ് പ്രൈസിലാണെന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് ഇൻവോയ്സ് പ്രൈസിന്റെ 25% ആണോ? അല്ല, കോസ്റ്റിന്റെ 25%. അപ്പൊ കോസ്റ്റ് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കോസ്റ്റ് 100 എടുത്തു. അതിന്റെ ലോഡിംഗ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തു? 25 കണ്ടു. അപ്പൊ ഇൻവോയ്സ് പ്രൈസ് എത്രയാണ്? 125 ആണ്. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് 3 lakh ഇൻറ്റു 25 ഡിവൈഡ് ബൈ 125 എന്ന് കാണാം. ഇനി എല്ലാ നേരെ പെർസെന്റേജ് കിട്ടണമെങ്കിൽ 25 ഡിവൈഡ് ബൈ 125 ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ അത് 20% ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ 3 lakh ഇൻറ്റു 20%, 20 ഡിവൈഡ് ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ലോഡിംഗ് ഒക്കെ കാണാൻ പറ്റും. അതൊക്കെ ഞാൻ ജസ്റ്റ് പറഞ്ഞു. ബാക്കി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറയാം. ഓക്കെ, അപ്പൊ 25% ഓൺ കോസ്റ്റ് ആണ്. ഇൻവോയ്സ് പ്രൈസിന്റെ 25% അല്ല. അപ്പൊ ഇൻവോയ്സ് പ്രൈസിന്റെ എത്ര പെർസെന്റേജ് ആണ് നമ്മൾ കണ്ടെത്തണം. എന്നാലേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ കഴിയുള്ളൂ. കാരണം നമ്മുടെ അടുത്ത് ഇൻവോയ്സ് പ്രൈസേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ ഡിഫറെന്റ് അക്കൗണ്ട് അണ്ടർ സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് സിസ്റ്റം. സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് സിസ്റ്റത്തിൽ വ്യത്യസ്ത അക്കൗണ്ടുകൾ ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഉണ്ട്, ക്യാഷ് ഉണ്ട്, സെയിൽസിൽ ക്യാഷ് സെയിൽസ് ഉണ്ട്, ക്രെഡിറ്റ് സെയിൽ ഉണ്ട്, ഗുഡ്സ് റിട്ടേൺഡ് ബൈ കസ്റ്റമർ ഉണ്ട്, ഗുഡ്സ് ക്യാഷ് റിസീവ്ഡ് ഫ്രം കസ്റ്റമർ ഉണ്ട്, ഡിസ്കൗണ്ട് അലോ ചെയ്തതുണ്ട്, ക്യാഷ് റെമിറ്റൻസ്, റെന്റ്, ബ്രാഞ്ച് സാലറി, സൺഡ്രി എക്സ്പെൻസസ്, അങ്ങനെ. പിന്നെ ഡിഫക്റ്റീവ് ഗുഡ്സ് ഉണ്ട്, ഡിഫക്റ്റീവ് ഷോർട്ടേജ് കേടുവന്ന ഗുഡ്സ്. പിന്നെ ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച് റിട്ടേൺ ചെയ്തതുണ്ട്, സ്റ്റോക്ക് അറ്റ് എൻഡ്. ഇത്രയും ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ക്വസ്റ്റ്യൻ ഓരോന്നായിട്ട് എടുത്തു നോക്കാം. നമ്മൾ എന്തൊക്കെ വേണം നമുക്ക് ചെയ്യാൻ? ബ്രാഞ്ചിന്റെ സ്റ്റോക്ക് അക്കൗണ്ട് വേണം. സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് മെത്തേഡ് അനുസരിച്ച് ഒരുപാട് അക്കൗണ്ടുകൾ ഉണ്ട്. അതിൽ ഓരോ അക്കൗണ്ടാണ്. ഫസ്റ്റ് അക്കൗണ്ട് നമുക്ക് ചെയ്യാനുള്ളത് ഏത് അക്കൗണ്ടാണ്? നമ്മുടെ ഫസ്റ്റ് അക്കൗണ്ട് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ആണ്. അതേപോലെ തന്നെ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിന്റെ ട്രീറ്റ്മെന്റ് എന്താ? സ്റ്റോക്ക് കൂടുകയാണെങ്കിൽ നമ്മൾ അവിടെ ചെയ്യും ഡെബിറ്റിലെയും, സ്റ്റോക്ക് കുറയുകയാണെങ്കിൽ അവിടെ ചെയ്യും ക്രെഡിറ്റ് സൈഡിലും ചെയ്യും. ഓക്കെ, ഇനി ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഉണ്ട്. ഇതെന്താണ്? ഇതിന്റെ ഉദ്ദേശം എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിനുള്ള രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ എന്ത് ചെയ്യുക? വരിക. ഓക്കെ, ഇനി രണ്ടാമത്തെ ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട്. മൂന്നാമത്തെ അക്കൗണ്ട് ആണ് എന്ത്? ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട്. ഡെറ്റേഴ്സ് എന്താണ്? അസറ്റ് നേച്ചർ ആണ്, അല്ലെ? അസറ്റ് നേച്ചർ ആകുമ്പോൾ ഡെറ്റേഴ്സ് കൂടാനുള്ള റീസൺസ് ഒക്കെ ഇവിടെയും വരും, ഡെറ്റേഴ്സ് കുറയാനുള്ള റീസൺസ് ഒക്കെ ക്രെഡിറ്റ് സൈഡിലും വരും. ഓക്കെ, ബ്രാഞ്ച് എക്സ്പെൻസ്, ബ്രാഞ്ചിന്റെ എക്സ്പെൻസ് ടോട്ടൽ എല്ലാ എക്സ്പെൻസും ഇവിടെ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എഴുതും. എന്നിട്ട് എന്ത് ചെയ്യണം? ലാസ്റ്റ് പി ആൻഡ് എല്ലിലേക്ക് എക്സ്പെൻസസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, ദെൻ ബ്രാഞ്ച് പി ആൻഡ് എൽ ആകുമ്പോൾ ഈ ട്രാൻസ്ഫർ ചെയ്ത എക്സ്പെൻസും അതിന് പുറമെ നമ്മുടെ അബ്നോർമൽ ലോസ് പോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവിടെ വരണം. എന്നിട്ട് ബ്രാഞ്ച് പി ആൻഡ് എല്ലിന്റെ ബാലൻസ് അങ്ങോട്ട് പോകണം, ജനറൽ പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇതൊക്കെ നമ്മൾ മനസ്സിൽ വേണം. എന്നാലേ നമ്മുടെ പ്രോബ്ലം ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഉണ്ട്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിന്റെ ഡീറ്റെയിൽസ്, റിട്ടേണും അതിന്റെ ലോഡിംഗ് എമൗണ്ട് ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ലാസ്റ്റ് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുണ്ടാവും. ലാസ്റ്റ് എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഓരോ ഐറ്റംസ്
ഞാൻ ഈ പറഞ്ഞ 6 7 അക്കൗണ്ടുകളുണ്ട്. ഈ അക്കൗണ്ടുകൾ ഓരോന്നും ഇവിടെ പറയാൻ കാരണം ഇതെല്ലാം ഒന്നിച്ച് ഈ പ്രോബ്ലം ചെയ്യേണ്ട അപ്രോച്ച് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഞാൻ ചെയ്യുന്നത് പോലെ ചെയ്തു പോരാ. എന്തിനാണെന്ന് എഴുതിയാൽ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് ഉണ്ടാക്കാന്ന് എഴുതുമ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പലതവണ വായിക്കേണ്ടി വരും. നേരെ മറിച്ച് ഓരോ ട്രാൻസാക്ഷന്റെയും ട്രീറ്റ്മെന്റ് കൃത്യമായിട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത്തരം ബുദ്ധിമുട്ടുകളൊന്നും വരൂല. അപ്പൊ നോക്കാം. ഫസ്റ്റ് ട്രാൻസാക്ഷൻ എന്താ? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ ഇവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ഒന്ന്, ബ്രാഞ്ചിന്റെ സ്റ്റോക്ക് അക്കൗണ്ടിൽ സ്റ്റോക്ക് കൂട്ടണം, ഒരു കാര്യം. പിന്നെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ടിൽ അതിന്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് ചെയ്യണം. പിന്നെ ഇതിലെ ലോഡിംഗ് എമൗണ്ട് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൽ നിന്നും എന്ത് ചെയ്യണം? ഒഴിവാക്കണം. എന്നിട്ട് അവിടേക്ക് പോകണം, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് പോകണം. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ട്രാൻസാക്ഷനിൽ മാത്രം ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നോക്കാം. ആദ്യം നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്, ബ്രാഞ്ച് സ്റ്റോക്ക് കൂട്ടാനുള്ള റീസൺ ആണ് ഹെഡ് ഓഫീസിൽ നിന്നും എന്ത് ചെയ്യുക, ഗുഡ്സ് വരിക. അങ്ങനെ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഇതായി. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇതിന്റെ ജേണൽ എൻട്രി എന്താ? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് ഡെറ്റർ ടു, എന്താണ്, ഇതാണോ ജേണൽ എൻട്രി? അല്ല, നേരെ മറിച്ച് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ഇതാണ് ജേണൽ എൻട്രി. ഓക്കെ, അപ്പൊ ഈ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സൈഡിൽ ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് എഴുതണം. ഓക്കെ, ഇത് നമ്മൾ എന്ത് ചെയ്തു? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൽ ക്രെഡിറ്റ് സൈഡിൽ സ്റ്റോക്ക് എന്ന് എഴുതി. ഇപ്പൊ ഇവിടെ നമ്മൾ എഴുതിയത് ഇതിന്റെ പ്രോഫിറ്റോട് കൂടെ ഉള്ള എമൗണ്ടാ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ ലോഡിംഗ് എമൗണ്ട് നിന്ന് റിമൂവ് ചെയ്യണം. എങ്ങനെ റിമൂവ് ചെയ്യുക? 3 lakh ആണ് നമ്മുടെ, 25 ആണ് കോസ്റ്റിന്റെ മേലുള്ളത്, അതുകൊണ്ട് തന്നെ 125 ചെയ്യാം. ഒന്നെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ 3 lakh ഇൻറ്റു ഞാൻ നേരത്തെ പറഞ്ഞു 20%. ഓക്കെ, 20% ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു? ആൻസർ കിട്ടി. 3 lakh ഇൻറ്റു ഈ ചെയ്തപ്പോൾ 60,000. ഇത് എവിടേക്ക് പോകണം? ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് പോകണം. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് പോകേണ്ട ട്രീറ്റ്മെന്റ് ആണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. അതാ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്തു? അത് ക്രെഡിറ്റ് സൈഡിൽ വന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. ഇപ്പോ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കാണാനുള്ളതാന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഈ പ്രോഫിറ്റ് ഇവിടെ ജസ്റ്റ് കാണിച്ചിട്ടുണ്ട്. ഇനി ഇതിലെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് റിയലൈസ് ചെയ്ത പ്രോഫിറ്റ് മാത്രമേ ഇതിൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, റിയലൈസ് ചെയ്ത പ്രോഫിറ്റ് പറഞ്ഞാൽ ബുക്ക് ചെയ്ത് പ്രോഫിറ്റ് മൊത്തം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ക്ലോസിംഗ് സ്റ്റോക്കിന്റെ സ്റ്റോക്ക് റിസർവ് ഇതെന്നാട് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി വിറ്റതിന്റെ എന്ത് ചെയ്യും? ലോഡിംഗ് എമൗണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? വരുള്ളൂ. അപ്പം വന്നതിന്റെ മുഴുവൻ എടുത്തതുകൊണ്ട് അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ഇനി അടുത്ത ആകെ ഒരു ട്രീറ്റ്മെന്റ് അപ്പൊ കഴിഞ്ഞ് ഇനി രണ്ടാമത്തെ ക്യാഷ് സെയിൽസ്. ക്യാഷ് സെയിൽസ് എത്ര ഉണ്ട്? 1 lakh rupees ഉണ്ട്. ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്താ വരിക? ക്യാഷ് സെയിൽ നടത്തി കഴിഞ്ഞാൽ ബ്രാഞ്ചിന്റെ ക്യാഷ് കൂടും. എന്ത് കൂടും? ബ്രാഞ്ചിന്റെ ക്യാഷ് കൂടും. ബ്രാഞ്ച് ക്യാഷ് കൂടും. അതേസമയം എന്ത് കുറയും? സ്റ്റോക്ക് കുറയും. ഓക്കെ, ബ്രാഞ്ച് ക്യാഷ് അക്കൗണ്ട് നമ്മൾ ഇതിൽ ഉണ്ടാക്കിയിട്ടില്ല, നമ്മൾ ഉണ്ടാക്കുന്നില്ല. ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ബ്രാഞ്ച് ക്യാഷിന്റെ ഡെബിറ്റ് സൈഡിൽ എന്ത് ചെയ്യണം? വരണം. നമ്മളിവിടെ ബ്രാഞ്ച് സ്റ്റോക്കിന്റെ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ ക്രെഡിറ്റ് സെയിൽ നടത്തി കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്റ്റോക്ക് കുറയല്ലേ ചെയ്യുക? ആ സ്റ്റോക്ക് കുറയാനുള്ള ട്രീറ്റ്മെന്റ് ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി അടുത്തത് എടുക്കുക, ക്രെഡിറ്റ് സെയിൽ. ക്രെഡിറ്റ് സെയിൽ നടത്തിയ എന്താണ് അർത്ഥം? ക്രെഡിറ്റ് സെയിൽ നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ഡെറ്റേഴ്സ് നമുക്ക് തരാനുള്ളത് കൂടും. എന്ത് ഡെറ്റേഴ്സ്? ബ്രാഞ്ചിന്റെ ഡെറ്റേഴ്സ് അത് കൂടണം. അസറ്റ് ആണ്. അസറ്റ് കൂടുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. എന്നാൽ ക്രെഡിറ്റ് സെയിൽ എന്ന് പറയുമ്പോൾ ഇവിടെ എന്ത് ചെയ്യാണ്? സ്റ്റോക്ക് കുറയാണ്. അപ്പൊ ബ്രാഞ്ചിന്റെ സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യണം? ബ്രാഞ്ച് സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യണം? കുറക്കണം. ഇതാണ് ട്രീറ്റ്മെന്റ്. നോക്കാം രണ്ട് അക്കൗണ്ടിലും എങ്ങനെ വരുന്നത് എന്നുള്ളത്. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് കുറയണം, അതിനുവേണ്ടി 1,40,000 കൊടുത്തു. ഇനി ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ വരുമ്പോൾ ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ എന്ത് ചെയ്യണം? ഇവർക്ക് നമ്മൾ കടത്തിന് കൊടുത്തത് കൊണ്ട് ഡെറ്റേഴ്സ് നമുക്ക് തരണം എന്ന് പറഞ്ഞാൽ അവരുടെ എമൗണ്ട് കൂടണം. ഡെറ്റേഴ്സ് എന്താ? അസറ്റ് അക്കൗണ്ട് ആണ്. അസറ്റ് കൂടണമെങ്കിൽ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അങ്ങനെയാണ് അത് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഗുഡ്സ് റിട്ടേൺഡ് ബൈ കസ്റ്റമർ. കസ്റ്റമർ റിട്ടേൺ ചെയ്തു. ഗുഡ്സ് റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? നമ്മുടെ ബ്രാഞ്ചിന്റെ സ്റ്റോക്ക് എന്ത് ചെയ്യും? ബ്രാഞ്ചിന്റെ സ്റ്റോക്ക് കൂടും. ബ്രാഞ്ചിന്റെ സ്റ്റോക്ക് കൂടും, ബ്രാഞ്ചിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതണം. ഇനി ഡെറ്റേഴ്സിന്റെ ബാലൻസ് എന്താവുക? ഡെറ്റേഴ്സ് തരാനുള്ള ആളുകൾ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ബാലൻസ് കുറയും. ഇവരുടെ ബാലൻസ് കുറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സൈഡിൽ എഴുതണം. നോക്കുക, അപ്പം ബ്രാഞ്ച് സ്റ്റോക്ക് എന്ത് ചെയ്തു? ഡെറ്റേഴ്സ് റിട്ടേൺ ചെയ്തതുകൊണ്ട് ഇത് ബ്രാക്കറ്റിൽ വേണമെങ്കിൽ റിട്ടേൺ എന്ന് കൊടുക്കാം. ആരുടെ റിട്ടേൺ? കസ്റ്റമറുടെ റിട്ടേൺ ആണെന്ന് മനസ്സിലാക്കുക. ഹെഡ് ഓഫീസിലേക്കുള്ള റിട്ടേൺ അല്ല. 3,000 രൂപ.
ഇത് നമ്മൾ റെക്കോർഡ് ചെയ്തു. ഇനി നമ്മൾ എന്താ റെക്കോർഡ് ചെയ്യേണ്ടത്? ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? റിട്ടേണിന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ കാണിക്കണം. ഇപ്പം കസ്റ്റമർ റിട്ടേൺ ചെയ്തതോടുകൂടി ബ്രാഞ്ചിലെ സ്റ്റോക്ക് കൂടി, കസ്റ്റമർ തരാനുള്ള പൈസ കുറഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് എടുക്കുക. ക്യാഷ് റിസീവ്ഡ് ഫ്രം കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന്റെ അടുത്ത് ക്യാഷ് കിട്ടി കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ ക്യാഷ് കൂടും. ഏത് ക്യാഷ്? ഹെഡ് ഓഫീസിന്റെ ക്യാഷ് ആണോ? അല്ല, ബ്രാഞ്ചിന്റെ ക്യാഷ്. അപ്പൊ ബ്രാഞ്ചിന്റെ ക്യാഷ് കൂടണം. ബ്രാഞ്ചിന്റെ ഡെബിറ്റ് സൈഡ്, ക്യാഷിന്റെ ഡെബിറ്റ് സൈഡിൽ റെക്കോർഡ് ചെയ്യണം. പിന്നെന്താ ചെയ്യുക? ഡെറ്റേഴ്സ് അല്ലേ കസ്റ്റമർ. അപ്പൊ ബ്രാഞ്ച് ഡെറ്റേഴ്സ് ക്യാഷ് എന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ചോദിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം ബ്രാഞ്ച് ഡെറ്റേഴ്സിന്റെ ബാലൻസ് എന്ത് ചെയ്യണം? കുറക്കണം. ആ കുറക്കുന്ന കാര്യം ബ്രാഞ്ച് ക്യാഷ് അക്കൗണ്ട് നമ്മൾ വരച്ചിട്ടില്ല കേട്ടോ. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഡെറ്റേഴ്സിലേക്കാണ് പോകുന്നത്. ഡെറ്റേഴ്സിൽ എന്ത് ചെയ്തു? ബ്രാഞ്ച് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഈ 80,000 രൂപ നമ്മൾ എന്ത് ചെയ്തു? റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താ ഉള്ളടാ? ഡിസ്കൗണ്ട് അലൗഡ്. ഡിസ്കൗണ്ട് ആർക്കാ കൊടുത്തത്? കസ്റ്റമേഴ്സിനാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ നോർമൽ ജനറൽ എൻട്രി എന്താ? ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു എന്താണ്? ഡെറ്റേഴ്സ് എന്നാണ് ഉണ്ടാവുക. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഇത്തരം എക്സ്പെൻസുകൾക്കൊക്കെ ജനറൽ എൻട്രി ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ട് ഡെറ്റർ ടു ബ്രാഞ്ച് ഡെറ്റേഴ്സ് എന്നാണ് വരിക. ഈ ഒരു എൻട്രി നല്ലപോലെ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മൾ ബ്രാഞ്ച് ഡെറ്റേഴ്സിന്റെ അക്കൗണ്ടിൽ എന്താ എഴുതേണ്ടത്? ബ്രാഞ്ച് ഡെറ്റേഴ്സിന്റെ അക്കൗണ്ടിൽ ബ്രാഞ്ച് എക്സ്പെൻസസ് എന്നാണ് എഴുതേണ്ടത്. ഇത് നല്ലപോലെ ശ്രദ്ധിക്കാം. ഇനി ബ്രാഞ്ച് എക്സ്പെൻസ് കൂടല്ലേ? അപ്പം ബ്രാഞ്ച് എക്സ്പെൻസിൽ കൊണ്ടുപോയിട്ട് ഡെബിറ്റ് സൈഡിൽ എന്ത് ചെയ്യണം? ഈ ഡിസ്കൗണ്ട് വാല്യൂ കൊടുക്കണം. ഓക്കെ ആണല്ലോ? ഇതൊക്കെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് അക്കൗണ്ടിങ്ങിന്റെ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഡെബിറ്റ് ക്രെഡിറ്റ് റൂള് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ സ്പീഡാക്കി ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ട്രാൻസാക്ഷൻ എടുക്കുകയാണ്. ഇത് മൂന്നും ഒന്നിച്ച് ബ്രാഞ്ചിന്റെ എല്ലാ എക്സ്പെൻസും കൂടെ ആര് മീറ്റ് ചെയ്തതാണ്? ഹെഡ് ഓഫീസ് മീറ്റ് ചെയ്തതാണ്. ഹെഡ് ഓഫീസ് ആണ് ഇത് മീറ്റ് ചെയ്തത് അല്ലെ? ക്യാഷ് റെമിറ്റഡ് ടു ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ ഹെഡ് ഓഫീസ് എന്ത് ചെയ്തതാണ്? മീറ്റ് ചെയ്തതാണ്. അപ്പം ബ്രാഞ്ച് എക്സ്പെൻസസ് ആണ് ഡെബിറ്റ് ചെയ്യേണ്ടത് അല്ലെ? എക്സ്പെൻസ് കൂടുമ്പോൾ ഡെബിറ്റ് ചെയ്യണ്ടേ? ബ്രാഞ്ച് എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യുക ടു ക്യാഷ്. കാരണം ഇത് ആരോ കൊടുക്കുന്നത്? ബ്രാഞ്ചിന്റെ ക്യാഷ് എന്നാണോ കൊടുക്കുന്നത്? അല്ല, ഹെഡ് ഓഫീസിന്റെ ക്യാഷ് എന്നാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എന്താ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ഓരോന്നും സാലറി, റെന്റ്, എക്സ്പെൻസ് ഓരോന്നും കൊടുത്തു. ഇവിടെ ക്യാഷ് അക്കൗണ്ട് ഒന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. അപ്പൊ ഇത് മാത്രം ചെയ്തു വെച്ചു. ഓക്കെ, ക്യാഷ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ക്യാഷ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലും കൂടെ എഴുതേണ്ടി വരും. ഓക്കെ, ഇനി എന്താണ്? ഡിഫക്റ്റീവ് ഗുഡ്സ് റിട്ടേൺ ഓഫ്. ഇത് ഡിഫക്റ്റീവ് ഗുഡ്സ് ആണ്. ഡിഫക്റ്റീവ് ഗുഡ്സ് ഇത് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെയ്യുന്നത് ഇത് അബ്നോർമൽ ഡിഫക്റ്റീവ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? കണക്കാക്കുന്നത്. അബ്നോർമൽ ഡിഫക്റ്റീവ് ആണെങ്കിൽ ഇതിന്റെ ട്രീറ്റ്മെന്റ് മറ്റൊരു രീതിയാവും. നമ്മളിപ്പോ അബ്നോർമൽ ആ ചെയ്യുന്നത്. അബ്നോർമൽ ഡിഫക്റ്റീവ് ആകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഡിഫക്റ്റീവ് ആയി കഴിഞ്ഞാൽ സ്റ്റോക്കുന്നത് കുറയണം. എന്ത് ചെയ്യണം? കുറയണം. സ്റ്റോക്കിന്ന് എത്ര കുറയണ്ടേ? സ്റ്റോക്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും എഴുതുന്ന ഇൻവോയ്സ് പ്രൈസിലാണ്. അതുകൊണ്ട് സ്റ്റോക്കിന്ന് ഇൻവോയ്സ് പ്രൈസ് തന്നെ കുറയണം. ഓക്കെ, അതിനുശേഷം ശ്രദ്ധിക്കേണ്ടത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ എന്താ ഉണ്ടാവുക? ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ ഇതിന്റെ ലോഡിംഗ് എമൗണ്ട് ഉണ്ടാവും. ഈ ലോഡിംഗ് എമൗണ്ട് എന്ത് ചെയ്യണം? നമ്മൾ കുറച്ചിടണം. ഈ ലോഡിംഗ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കുറക്കണം. എത്രയാണോ ലോഡിംഗ്. അതേപോലെ തന്നെ ബ്രാഞ്ച് പി ആൻഡ് എൽ വരിക. ബ്രാഞ്ച് പി ആൻഡ് എൽ എക്സ്പെൻസ് എന്നുള്ള രീതിയിൽ ഈ ഡിഫക്റ്റീവ് ഗുഡ്സിന്റെ എക്സ്പെൻസ് എമൗണ്ട് മാത്രം. അതെങ്ങനെ എക്സ്പെൻസ് കിട്ടുക? ഇൻവോയ്സ് പ്രൈസ് 100 ആണ്, ഇത് 20 ആണെങ്കിൽ ബാക്കി 80 ആണ് എന്ത് ചെയ്യുക? എക്സ്പെൻസ് വരിക. ഈ ട്രീറ്റ്മെന്റ് എല്ലാം വരണം. നല്ലപോലെ ശ്രദ്ധിക്കുക. ഞാൻ ഒന്നും കൂടെ പറയുന്നത്, ഡിഫക്റ്റീവ് ഗുഡ്സ് എന്ന് പറഞ്ഞിട്ട് ഇൻവോയ്സ് പ്രൈസ് മുഴുവൻ കുറച്ചു. എന്തുകൊണ്ടാണ് മുഴുവൻ കുറക്കാൻ കാരണം? ഇത് ബ്രാഞ്ച് സ്റ്റോക്കിൽ നമ്മൾ ഓരോ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യുന്ന ഇൻവോയ്സ് പ്രൈസിലാണ്. അപ്പം ഇൻവോയ്സ് പ്രൈസ് തന്നെ ഇതിന്ന് എന്ത് ചെയ്യുക? ഒഴിവാക്കുക. അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത് എവിടെ വരണം? 2 സ്ഥലങ്ങളിൽ വരണം. ഒന്ന് വരേണ്ടത് എവിടെയാണ്? ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടില്. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ 1000 രൂപയുടെ ലോഡിംഗ് എമൗണ്ടേ വരാൻ പാടുള്ളൂ. 1000 into 25/125 ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 200 ആണ്. നേരെ മറിച്ച് ഇങ്ങനെയും ചെയ്യാം. 1000 into 20%. എങ്ങനെ 20% കിട്ടുന്നത് ഞാൻ പറഞ്ഞു. 25/125 into 100 ചെയ്താൽ 20 എന്നാ കിട്ടുക. ആ 20% ആണ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തത്. അങ്ങനെ 200 നമുക്ക് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ 1000 രൂപ നമ്മുടെ ഇൻവോയ്സ് പ്രൈസ്, 200 അതിൽ എന്താ? 200 ലോഡിംഗ് എമൗണ്ട്. അപ്പൊ ബാക്കി എമൗണ്ട് ആണ് എന്ത്? പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രോഫിറ്റ് നമ്മൾ കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ കോസ്റ്റ് നമ്മൾ പി ആൻഡ് എൽ എന്ത് ചെയ്യണം? കട്ട് ചെയ്യണം. ഈ പി ആൻഡ് എൽ കട്ട് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ ഈ രീതിയിൽ നമ്മൾ അത് ചെയ്തു. ഇനി പി ആൻഡ് എല്ലിലേക്ക് കൊണ്ടുവരണം. കട്ട് ചെയ്യാൻ മീൻസ് എക്സ്പെൻസ് ആണ്. എക്സ്പെൻസ് കാണിക്കണം എന്നർത്ഥം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഗുഡ്സ് റിട്ടേൺഡ് ബൈ ബ്രാഞ്ച് ഗുഡ്സ് എന്ത് ചെയ്തു? റിട്ടേൺ ചെയ്തു. ബ്രാഞ്ച് ഗുഡ്സ് റിട്ടേൺ ചെയ്തു പറഞ്ഞാൽ എന്താണ്? ബ്രാഞ്ചിന്റെ സ്റ്റോക്ക് എന്ത് ചെയ്യാണ്?
ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന എമൗണ്ട് എന്ത് ചെയ്യാടാ പോവാണ്. അപ്പൊ ഏത് സൈഡിൽ എഴുതണം? ഈ സൈഡിൽ എഴുതണം. അതേപോലെ തന്നെ അതേ സമയം നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ സ്റ്റോക്ക് റിസർവ് സ്റ്റോക്ക് എമൗണ്ട് എന്ത് ചെയ്യണം? പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോഴാണോ ലോഡിംഗ് എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. അത് എന്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? ബ്രാഞ്ച് ഗുഡ്സ് സെൻഡ് ചെയ്തപ്പോൾ തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത പോലെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് റിട്ടേൺ ചെയ്യുമ്പോൾ അത് എന്ത് ചെയ്യണം? എലിമിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ബ്രാഞ്ച് സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും നമ്മൾ ഇൻവോയ്സ് പ്രൈസിലാണ് ബ്രാഞ്ച് സ്റ്റോക്കിൽ അഡ്ജസ്റ്റ്മെന്റ് നടത്തുക. അപ്പൊ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിലേക്ക് ഈ എമൗണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പൊ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൽ ഈ എമൗണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ എന്ത് ചെയ്യണം? ലോഡിംഗ് എമൗണ്ട് എത്ര വരിക? 12,000 ഇൻറ്റു 25 ഡിവൈഡ് ബൈ 125 അല്ലെങ്കിൽ 12,000 ഇൻറ്റു എത്ര? 20%. ഈ കാൽക്കുലേഷൻ നടത്തിയിട്ട് ആ എമൗണ്ട് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് വരണം. അതാ ഇവിടെ ഈ കാൽക്കുലേഷൻ 2400. ഓക്കെ. അപ്പൊ ഗുഡ്സ് സെൻഡ് ചെയ്ത സമയത്ത് നമ്മൾ പ്രോഫിറ്റ് എന്നുള്ള രീതിയിൽ, സോറി, ഇത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റിലല്ല, ഇത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിലാണ്. ഓക്കെ. ഇനി ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റിലേക്ക് എന്ത് ചെയ്യണം? ഇതിന്റെ എൻട്രി അല്ലേ, ഓപ്പോസിറ്റ് എൻട്രി അല്ലേ. അപ്പം ഇനി എന്ത് ചെയ്യണം? ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റിലേക്ക് ഈ 2400 എന്ത് ചെയ്യണം? വരണം. ഇനി നോക്കുക, ഗുഡ്സ് സെൻഡ് ചെയ്ത സമയത്തുള്ള പ്രോഫിറ്റ് ഇവിടെ ക്രെഡിറ്റ് സൈഡിലും, പ്രോഫിറ്റ് പറഞ്ഞാൽ ലോഡിംഗ് എമൗണ്ട് ക്രെഡിറ്റ് സൈഡിലും, ഡിഫക്റ്റീവ് ഗുഡ്സിന്റെ ആ പ്രോഫിറ്റ് നമുക്ക് കിട്ടാത്തതുകൊണ്ട് ആ പ്രോഫിറ്റ് നമ്മൾ ഒഴിവാക്കുകയും ഗുഡ്സ് റിട്ടേൺ ചെയ്തപ്പോൾ ആ പ്രോഫിറ്റ് എലമെന്റ് നമ്മൾ ഒഴിവാക്കി. ഇപ്പൊ ഇങ്ങനെയാണുള്ളത്. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? അടുത്തതിലേക്ക് പോവാണ്. സ്റ്റോക്ക് അറ്റ് എൻഡ്. അപ്പൊ ബ്രാഞ്ച് സ്റ്റോക്കിൽ അതിന്റെ എൻഡിലുള്ള ബ്രാഞ്ച് സ്റ്റോക്ക് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തു? കൊടുത്തു. ഇതോടുകൂടി നമ്മുടെ എല്ലാ ട്രാൻസാക്ഷൻസും കംപ്ലീറ്റ് ആയി. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 50,000 എന്താണ്? ഇൻവോയ്സ് പ്രൈസിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ 20% അല്ലെങ്കിൽ 25 ഡിവൈഡ് ബൈ 125 എന്ത് ചെയ്യണം? 50,000 ഇൻറ്റു 25 ഡിവൈഡ് ബൈ 125 എമൗണ്ട് എന്ത് ചെയ്യണം? ബ്രാഞ്ച് സ്റ്റോക്ക് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് റിസർവിലേക്ക് എന്ത് ചെയ്യണം? പോകണം. ഇത് നോക്കൂ, ഇപ്പം ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ വിറ്റിട്ടില്ല. അപ്പൊ ഇതിൽ പ്രോഫിറ്റ് റിയലൈസ് ചെയ്തിരുന്നോ നമ്മൾ? ഇല്ല. അപ്പൊ അത് ഒഴിവാക്കി. ഇതും നമ്മൾ വിറ്റിട്ടില്ല, അതുകൊണ്ട് എന്ത് ചെയ്തു? അതിന്റെയും പ്രോഫിറ്റ് നമ്മൾ ഒഴിവാക്കി. ഇതും നമ്മൾ വിറ്റിട്ടില്ല, അപ്പൊ ഇതിന്റെ പ്രോഫിറ്റ് നമ്മൾ ഒഴിവാക്കി. അപ്പൊ ബാക്കി ഈ എമൗണ്ട് എന്താണ്? വിറ്റതായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഗുഡ്സ് ഇത്രയും വന്നിരുന്നു, ഇത്രയും വന്നതിൽ ഈ കാര്യങ്ങൾ നമ്മൾ വിറ്റിട്ടില്ല, അപ്പൊ ബാക്കി എന്ത് ചെയ്തിട്ടുണ്ട്? വിറ്റിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ അതിന്റെ പ്രോഫിറ്റ് നമുക്ക് വരുള്ളൂ എന്നും കൂടെ ഞാൻ ഇതിന്റെ കൂടെ ഉണർത്താം. ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ചെയ്യാം, എല്ലാ ലെഡ്ജറും ക്ലോസ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ബ്രാഞ്ച് സ്റ്റോക്ക് എന്ത് ചെയ്യാം? ക്ലോസ് ചെയ്യാം. ബ്രാഞ്ച് സ്റ്റോക്ക് ക്ലോസ് ചെയ്യുന്ന സമയത്ത് രണ്ട് സൈഡും ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഷോർട്ടേജ് ഇല്ല എന്ന് മനസ്സിലാക്കാം. പക്ഷെ രണ്ട് സൈഡും ഈക്വൽ അല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും നോക്കേണ്ടതുണ്ട്. ഷോർട്ടേജ് ഉണ്ടോ, എക്സസ് ഉണ്ടോ, അതല്ല ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെന്റ് നടത്താൻ വിട്ടിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കണം. അപ്പൊ നമ്മൾ ആദ്യം ഒന്ന് ടോട്ടൽ ചെയ്ത് നോക്കുക. ഞാൻ ആദ്യം ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യാം. 3,03,000 ഉണ്ട്. ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്തപ്പോൾ 3,03,000 ഉണ്ട്. അപ്പൊ ഇവിടെ ഷോർട്ടേജ് ഇല്ല, അതുപോലെ എക്സസും ഇല്ല. നമ്മൾ എങ്ങനെ ഷോർട്ടേജും എക്സസും ഒരു ബിസിനസ്സിൽ ഉണ്ടോ നോക്കല്? ഫിസിക്കലി എത്ര സ്റ്റോക്ക് ഉണ്ട് എന്ന് എണ്ണി നോക്കും. അപ്പൊ 50,000 ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ നമ്മൾ പിന്നെ ബുക്കിലുള്ള സ്റ്റോക്ക് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കി, അപ്പോഴും ഈക്വൽ ആണ്. അപ്പൊ പിന്നെ ഷോർട്ടേജ് ഇല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റിലേക്ക് വരാം. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് ഈ സൈഡിൽ എത്ര ഉള്ളത്? 60,000 ഉണ്ട്. അപ്പൊ 60,000 നമ്മൾ കൊടുത്തു. ഇനി അതിൽ നമ്മൾ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഒക്കെ എന്ത് ചെയ്തതാണ്? ഒഴിവാക്കിയതാണ്. അങ്ങനെ ബാലൻസ് വരുന്ന എമൗണ്ട് എന്താണ്? ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ബ്രാഞ്ച് പി ആൻഡിലേക്ക് എന്ത് ചെയ്യണം? പോകണം. 47,400 ബ്രാഞ്ച് പി ആൻഡിലേക്ക് എന്ത് ചെയ്യുക? ട്രാൻസ്ഫർ ചെയ്യുക. അങ്ങനെ ബ്രാഞ്ച് പി ആൻഡിൽ എടുക്കുമ്പോൾ 47,400 ഇവിടെ കാണാൻ പറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് നോക്കുക. ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട് ഈ സൈഡിൽ ഡെബിറ്റ് സൈഡിൽ 1,40,000 ഉണ്ട്. ക്രെഡിറ്റ് സൈഡിൽ 1,40,000 ഉണ്ടോ? ഇല്ല. അപ്പൊ എന്താണ് ഈ ബാലൻസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇനി ഡെറ്റേഴ്സിന്റെ അടുത്ത് നിന്ന് കിട്ടാനുള്ളത്? അതെങ്ങനെ മനസ്സിലായത്? ഇത്രയും നമ്മൾ ക്രെഡിറ്റ് സെയിൽ നടത്തിയിട്ടുണ്ട്, അതിൽ ഇന്ന രീതിയിലൊക്കെ ഡെറ്റേഴ്സിന്റെ ബാലൻസ് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇനി എന്താണ്? ഡെറ്റേഴ്സിന്റെ അടുത്ത് നിന്ന് ഇത്രയും എമൗണ്ട് കിട്ടാനുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഓക്കെ. ഇനി ബ്രാഞ്ച് എക്സ്പെൻസ് അടുത്ത ക്ലോസ് ചെയ്യാനുള്ള ലെഡ്ജറുകളാണ്. അപ്പൊ ഇതിന്റെ ടോട്ടൽ ബ്രാഞ്ച് എക്സ്പെൻസ് വേറെ ഒന്നുമില്ല, ഇതെല്ലാം കൂടെ ടോട്ടൽ ചെയ്യാം. ഇത് ടോട്ടൽ ചെയ്തപ്പോൾ 9,500 ഉണ്ട്. ഈ 9,500 നമ്മൾ എന്ത് ചെയ്യണം? ബ്രാഞ്ച് പി ആൻഡിലേക്ക് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ ഇനി ബ്രാഞ്ച് പി ആൻഡിൽ വരിക. ബ്രാഞ്ച് പി ആൻഡിൽ ഓൾറെഡി ഇത്രയും ട്രാൻസാക്ഷൻസ് നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് എന്ത് ചെയ്യാം? ഈ എക്സ്പെൻസസ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഓക്കെ. അൾട്ടിമേറ്റ്ലി ഈ ഇടയിൽ 47,400 ടോട്ടൽ ഉണ്ട്. സ്വാഭാവികമായിട്ടും ഇവിടെ എന്ത് ചെയ്യണം? 47,400 വരണം. പക്ഷെ എത്രയേ ഉള്ളൂ?
10,300 ഉള്ളൂ. ആ ബാലൻസ് 37,100 എന്താണ്? അത് ഈ ബ്രാഞ്ച് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ഇതില് ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ ഉണ്ടാക്കിയിട്ടുള്ള പ്രോഫിറ്റ് ആണ് 37,100. അപ്പൊ ഇതാണ് നമ്മുടെ കാര്യങ്ങള്. ഇനി ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിലേക്ക് വരിക. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഇതെന്താണ്? ബ്രാഞ്ച് സ്റ്റോക്കിൽ വന്നിട്ടുള്ള എമൗണ്ട് ആണ്. ഇത് അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ളതാണ്. അപ്പൊ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൽ നിന്ന് ഇതിന്റെ കോസ്റ്റ് മാത്രം നമുക്ക് ഇങ്ങോട്ട് എടുക്കാൻ പറ്റും. കാരണം ഈ 30,000 വന്ന സമയത്ത് ഇതിൽ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ആ പ്രോഫിറ്റ് ഇവിടെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അഡ്ജസ്റ്റ് ചെയ്ത് ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ റിട്ടേണുമായി ബന്ധപ്പെട്ട് വന്ന സമയത്ത് അതിന്റെയും എന്ത് ചെയ്തിട്ടുണ്ട്? പ്രോഫിറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ബാക്കി എന്താണ്? ഈ കാര്യങ്ങൾ ഇതാണുള്ളത്. ഇനി നമ്മൾ നോക്കുക എന്ത് ചെയ്യാം? ഇത്രയും എമൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കലി പോകണം. അത് 2,30,400 ആണ്. ഇത് ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും? പോകണം. ഇതോടുകൂടി ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യാണ്? അവസാനിപ്പിക്കുകയാണ്. വളരെ നല്ല രീതിയിൽ നോക്കി മനസ്സിലാക്കി ഈ പ്രോബ്ലം ചെയ്യുക. ഒരു തവണ ഉണ്ടെങ്കിൽ 2 തവണക്ക് കാണുക. സ്പീഡ് കൂടി തോന്നുന്നുണ്ടെങ്കിൽ അത് എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നതാണ്. നിങ്ങൾ പ്ലേബാക്ക് ഇട്ടിട്ട് ഒന്നുകൂടെ എന്ത് ചെയ്യുക? കേൾക്കുക. നമ്മൾ ഇതൊരു റിവിഷൻ സമയമാണ്. അപ്പൊ ആ ഒരു രീതിയിലാണ് നിങ്ങൾ ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. ഇപ്പൊ മറ്റ് ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ടോപ്പിക്കും എന്ത് ചെയ്തിട്ടുണ്ട്? ഡീറ്റെയിൽ ആയിട്ട് ഓരോ ലോജിക്കും പറഞ്ഞു പോയതാണ്. അപ്പൊ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വീണ്ടും എന്നോട് പേഴ്സണൽ ആയിട്ട് ചോദിക്കാം. ഓക്കെ, ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. താങ്ക്